കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു ദിവസത്തിന്റെ ആശംസ നേർന്നുകൊള്ളുന്നു. എല്ലാവരെയും ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളതായ ഭാഗം ഒരേപോലെ അല്ല എന്നുള്ളതായ വിഷയമാണ്. നൽകിയിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായം 15-ാം വാക്യം. നീതിമാന്മാരുടെയും നീതി കെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വെച്ചിരിക്കുന്നു. ക്രൈസ്തവ ലോകത്തിന്റെ ഒരു പ്രത്യാശയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ്. പല സ്ഥലങ്ങളിലും ഉള്ളതായ ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ, പല സമുദായത്തിൽപ്പെട്ടവർ പല രീതിയിലാണ് അതിനെ കാണുന്നത്. എന്നിരുന്നാലും ലോകമെമ്പാടുമുള്ളതായ ക്രിസ്ത്യാനികളുടെ ഒരു പ്രത്യാശ ആണ് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിനുവേണ്ടിയാണ് എല്ലാ ക്രിസ്ത്യാനികളും കാത്തിരിക്കുന്നത്. അതിന് മുന്നോടിയായി നടക്കുന്ന പല കാര്യങ്ങളും തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അന്ത്യനാളുകളെ കുറിച്ച് കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞ് അവരെ പഠിപ്പിക്കുന്നതായിട്ട് കാണുന്നു. അതിലാദ്യമായിട്ട് പറയുന്നത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്നാണ്. അവിടെ ക്രിസ്തു, ഇവിടെ ക്രിസ്തു എന്ന് പറഞ്ഞ് പലരും വരും. പക്ഷെ യഥാർത്ഥത്തിൽ കർത്താവ് യേശുക്രിസ്തു വരുമ്പോൾ എല്ലാവരും കാണും. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്ന് തിരുവചനത്തിൽ വെളിപ്പാട് പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം ഇരട്ടകളെ കണ്ടിട്ടുണ്ടാവും, സയാമിസ് ഇരട്ടകൾ. അവർ തമ്മിൽ എല്ലാം ഒരേപോലെയായിരിക്കും. അവരുടെ നടപ്പ്, രൂപം, സ്വഭാവം ഏകദേശം ഒക്കെയും ഒരേപോലെയായിരിക്കും. പക്ഷെ ഒരുത്തനിൽ നിന്നും മറ്റൊരുത്തന് ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്കെല്ലാം ഒരുപോലെയാണ് തോന്നുമെങ്കിലും പക്ഷെ അവരുടെ ഫിംഗർ പ്രിന്റ്സ് ഒക്കെയും വളരെ വ്യത്യസ്തമായിരിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവർ ഒരേ DNA പങ്കിടുന്നു ഉണ്ടെങ്കിലും അവർക്ക് ഉള്ളതായ ഇടയിലുള്ളതായ ചില വ്യത്യാസങ്ങൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ തക്ക സാധ്യമല്ല. പക്ഷെ ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ 2 പുനരുദ്ധാനങ്ങൾ ഉണ്ടെന്നും അവ ഒരുപോലെ അല്ലെന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 2 പുനരുദ്ധാനങ്ങളിലും ആളുകൾ അല്ലെങ്കിൽ മനുഷ്യർ ജീവനിലേക്ക് മടങ്ങി വരും. എന്നാൽ ആ നിമിഷം മുതൽ നാം നോക്കുമ്പോൾ അവർക്ക് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അവരിൽ ഉണ്ടാകുന്നത്. കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ പറഞ്ഞു: ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എന്ന്. നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായിട്ടും പുനരുദ്ധാനം ചെയ്യുവാനുള്ളതായ നാഴിക വന്നിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ പുനരുദ്ധാനം, 2 പുനരുദ്ധാനമുള്ളതായിട്ട് വെളിപ്പാട് പ്രവചന പുസ്തകം കാണുവാൻ സാധിക്കുന്നു. ആദ്യത്തെ പുനരുദ്ധാനം 2-ാം വരവിൽ നടക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ്ങിൽ നടക്കുന്നതാണ് ആദ്യത്തെ പുനരുദ്ധാനം, ദ ഫസ്റ്റ് റിസറക്ഷൻ. അതിൽ നീതിമാന്മാരായ മരിച്ചവർ കല്ലറകളിൽ നിന്നും ഉയർക്കപ്പെടുകയും നമുക്ക് അറിയാം 1 തെസ്സലോനിയർ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും കർത്താവായ യേശുക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം കർത്താവിനോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ 2-ാമത്തെ പുനരുദ്ധാനം നടക്കുന്നത് 1000 വർഷങ്ങളുടെ അവസാനത്തിലാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല എന്ന് വെളിപ്പാട് പ്രവചന പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു. 1-ാം പുനരുദ്ധാനത്തിൽ ഉയർക്കപ്പെട്ടവരെ അനുഗ്രഹീതർ അല്ലെങ്കിൽ അവർ ബ്ലെസ്ഡ് പീപ്പിൾ ആണ് അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നും 2-ാം മരണത്തിന് അധികാരമില്ലാത്തവരാണെന്നും നമുക്ക് വെളിപ്പാട് പ്രവചന പുസ്തകം കാണുവാനായിട്ട് സാധിക്കുന്നു.
ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ്. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 18-ാം അധ്യായം 32-ാം വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അതുപോലെ എല്ലാവരോടും നിങ്ങൾ മനം തിരിഞ്ഞു ജീവിച്ചു കൊള്ളുവിൻ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ നോക്കുമ്പോൾ, കാരണം ഈ രണ്ട് പുനരുദ്ധാനങ്ങളും ഒരേപോലെയല്ല. രണ്ട് പുനരുദ്ധാനമുണ്ട്, രണ്ടിനും ഉയർക്കപ്പെടും, രണ്ടുപേരും ജീവനിലേക്ക് തിരിച്ചു വരും. പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് ദുഷ്ടന്മാർ ഉയർക്കപ്പെടുന്നത് നിത്യ മരണത്തിന് വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുക. നീതിമാന്മാർ, വിശുദ്ധന്മാർ എന്തിനു വേണ്ടിയാണ് ഉയർക്കുന്നത്? അവർ നിത്യജീവനെ അവകാശികളാക്കി തീർക്കുവാനാണ്. നാം ഇതിലേത് പുനരുദ്ധാനത്തിൽപ്പെടും എന്ന് നമ്മൾ ചിന്തിക്കുക. രണ്ടാം മരണത്തിന് അധികാരമുള്ള ആ പുനരുദ്ധാനത്തിലേക്കാണോ, അതോ കർത്താവിനോടുകൂടെ ആ നിത്യജീവനിലേക്ക് പോകുവാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? നാം നല്ലൊരു തീരുമാനത്തിലെത്തുക. ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാന്മാർ. അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ വലിയവനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത നല്ല ദൈവീയ സർവ്വസിദ്ധാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല വചനം കേൾപ്പിച്ചു തന്നതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവേ, അങ്ങുമായുള്ള ബന്ധത്തിലായിരിക്കാൻ അടിയങ്ങളെ സഹായിച്ചു. കേൾവിക്കാരായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും ധാരാളമായി അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഇന്നത്തെ പകൽക്കാലം അടിയങ്ങൾ ചെയ്യുവാനിരിക്കുന്ന പോകുവാനിരിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങളുടെ സാന്നിധ്യം, കൂട്ടായ്മ കൂടെ ഇരിക്കണം പ്രാർത്ഥിക്കുന്നു. എന്ന് കർത്താവെ, ജന്മദിനം ആഘോഷിക്കുന്ന ഓരോ ദൈവമക്കളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം. തുറന്നുള്ളതായ ഒരു വർഷം അവർക്ക് അനുഗ്രഹത്തിന്റെ വർഷമായി തീരുവാൻ, സമ്പൽ സമൃദ്ധിയുടെ വർഷമായി തീരുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സർവ്വമേശ്വര ക്രിസ്തുവിന്റെ തന്നെയുള്ള നാം ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരോടാമേ സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.